സ്നേഹക്കൂടാരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജനുവരി 26 ഞായറാഴ്ച കൂറ്റനാട് കണിച്ചിറക്കൽ മാളിൽ നടക്കും. കൂറ്റനാട് പ്രവർത്തിക്കുന്ന ശ്രീനാരായണ കോളേജിലെ 1995 മുതൽ 2010 വരെയുള്ള ബാച്ചുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജനുവരി 26 കൂറ്റനാട് കണിച്ചിറക്കൽ മാളിൽ ഒത്തുചേരും. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സ്നേഹക്കൂടാരം എന്ന് പേരിട്ട പരിപാടി നടക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്നേഹക്കൂടാരം എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചാണ് കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത്. 2 മാസത്തെ പ്രവർത്തനം കൊണ്ട് ഏറെക്കുറെ വിജയിച്ചതായും മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി 2026 ഫെബ്രുവരി മാസത്തിൽ വിപുലമായ കൂടിച്ചേരൽ നടത്തുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ വർഷത്തെ കൂടിച്ചേരൽ അടുത്ത വർഷത്തെ മെഗാ മീറ്റിംഗിനുള്ള തുടക്കം കൂടിയാണെന്നും ഇവർ പറഞ്ഞു. AV വിപിൻ, സിദ്ധാർത്ഥൻ, PE മുഹമ്മദ് ഷാജി, പ്രമോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മൾ 2010 വരെ കൂറ്റനാട് നടന്നിരുന്നൊരു കോളേജായിരുന്നു ശ്രീനാരായണ കോളേജ്. 2010 അവസാനിക്കുകയും നമ്മൾ അത്ര ഒരു 15 കൊല്ലാണ് കൂറ്റനാട് ഇത് പ്രവർത്തനം ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോയ കുട്ടികളും അതുമാതിരി തന്നെ പഴയ അധ്യാപകരും ചേർന്നിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊരു മീറ്റപ്പ് കെട്ടുകഥറാണ് ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് അത് ഞങ്ങൾ ആ ഒരു സ്നേഹ കൂട്ടായ്മ എന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ കുട്ടികളും അധ്യാപകരും ചേർന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഈ ജനുവരി 26 നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷെ അത് അവിടെ നമ്മൾ നിർത്തുന്നില്ല. ഒരു ഗെറ്റപ്പ് ടുഗദർ എന്ന് പറഞ്ഞ മാതിരി അവിടെ നിർത്തുന്നില്ല. അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് 2026 നമ്മൾ ഫെബ്രുവരി മാസത്തിൽ വലിയൊരു മീറ്റപ്പ്, അതായത് എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതൊരു പരിധിയിൽ ഒരു 400 കുട്ടികളെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ടുള്ളൂ സ്റ്റാഫ്. അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞ 15 കൊല്ലമായിട്ട് നിർത്തിപ്പോയൊരു സ്ഥാപനമാണെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് നമുക്ക് എളുപ്പമുണ്ട്. സ്കൂളായാലും കോളേജായാലും നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അത് ആൾക്കാരെ സംഘടിപ്പിക്കാൻ മറ്റു തരത്തിൽ ഇത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഓരോ ഭാഗത്ത് ആയിപ്പോയ കുട്ടികളും അധ്യാപകരുമാണ്. അപ്പോൾ അത് ഒരുപാട് അതിനുള്ള ജനുവരി 26 നടത്തുന്നത് അതിൻ്റെ ആദ്യൊരു പരിപാടി എന്നുള്ളതായ രീതിയിലാണ്. പക്ഷെ അത് വളരെ വിപുലമായ രീതിയിലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നതായ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ സാധ്യമായി എന്നുള്ളതായ നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നത്. പക്ഷേ നമ്മൾ ഇതുകൊണ്ട് സഹായ പ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ അവിടെ പഠിച്ചു പോയിട്ടുള്ള എല്ലാവരും വളരെ ഉയർന്ന രീതിയിലുള്ളവരല്ല, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നതായ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവരെ സാമ്പത്തികമായ രീതിയിലും അതേപോലെ തന്നെ അവരുടേതായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായ സമയങ്ങളിൽ അവരെ സാമ്പത്തികമായി സഹായിക്കാനായിട്ടുള്ളതായ ഒരാശയം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളതിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികളെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവരുടേതായ കുടുംബത്തിൻ്റേതായ കാര്യങ്ങൾ കൂടി നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹക്കൂടാരം എന്ന് പറയുന്നതായ കൂട്ടായ്മ നമ്മൾ രൂപീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറായി. അതുകൊണ്ട് നമ്മുടെ പഴയ വിദ്യാർത്ഥികളായിട്ടുള്ളതായ ഭൂരിപക്ഷം ആളുകളുടെയും സഹകരണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ, അതായത് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി നമ്മൾ നടത്താനായിട്ട് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് 2026 നമ്മളിപ്പോൾ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ നടത്തുന്നതായ കൂട്ടായ്മയുടെ ഡേറ്റ് 2026 ഫെബ്രുവരി 14 അതാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റുന്നതായ ഒരു സാഹചര്യം പെട്ടെന്നായതുകൊണ്ട് സാധ്യമായിട്ടില്ല. അപ്പോൾ അവരെ നമുക്കിതിനെ ഉൾപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മളത് അങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് ആ ഡേറ്റ് ഇപ്പം തന്നെ പ്രഖ്യാപിക്കുന്നത് തന്നെ. 5 ജനുവരി 26 കൂറ്റനാട് കണിച്ചിറക്കൽ മാളിനോട് അനുബന്ധിച്ച് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള സ്റ്റേജ് നിലനിൽക്കുന്നത്. ഞങ്ങൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഒത്തുചേരുന്ന ഒരു സംഗമമായിട്ടാണ് ഈ സ്നേഹക്കൂടാരം റീയൂണിയൻ എന്ന പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഈ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഓൺലൈനിലായിട്ട്
കുട്ടികളുടെ, അതായത് അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മക്കളുടേതായിട്ടും വിദ്യാർത്ഥികളുടേതായിട്ടുള്ള ഒരുപാട് കലാപരിപാടികൾ ഓൺലൈനായിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമ്മാന വിതരണവും അതുപോലെ തന്നെ ഞങ്ങളുടെ അധ്യാപകരെ ആദരിക്കുന്ന പരിപാടികളും പിന്നെ കുട്ടികളുടെ ഞങ്ങളവിടെ പഠിച്ച വിദ്യാർത്ഥികളുടെയൊക്കെ കലാപരിപാടികളും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു വലിയ പ്രോഗ്രാമിനാണ് ഞങ്ങൾ ജനുവരി 26-ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ശ്രീനാരായണ കോളേജിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, അതായത് ഒരു ഗ്രൂപ്പ് തുടങ്ങാം എന്നൊരു തീരുമാനമുണ്ടായപ്പോൾ ഞങ്ങൾ ഇത്രയും വലിയൊരു പരിപാടിയിലേക്ക് എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത്രയും ആൾക്കാരെ കണ്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുശേഷം ഈ ഗ്രൂപ്പിലൂടെ പലതരത്തിലുള്ള ചർച്ചകൾ വന്നു. അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള പലതരത്തിലുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തു. അങ്ങനെ ഓരോ രീതിയിലും ഓരോ സെക്കൻഡിലും ഇതിപ്പോൾ ഈ ഗ്രൂപ്പ് പുരോഗമനത്തിലേക്ക് എത്തി. വളർച്ച കൊണ്ട് അങ്ങനെ വേണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമാണ് ഒരു പ്രൈമറി മീറ്റപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി മീറ്റപ്പ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജാത്തമ്മ പറഞ്ഞ പോലെ 2026 നടക്കുന്ന പരിപാടിയുടെ മുൻകൂറായിട്ടുള്ള ഒരു പരിപാടിയാണ് നമുക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായ രൂപം സാറന്മാർ പറഞ്ഞു കഴിഞ്ഞു. 3 പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജോർഡൻ, നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം.